പ്രതിരോധ രംഗത്ത് വൻ കുതിച്ചുചാട്ടവുമായി ഇന്ത്യ. ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗതയിൽ ഏത് വ്യോമ പ്രതിരോധവും നിശബ്ദമാക്കുന്ന അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് പുതിയ നേട്ടം. നാളിതുവരെ ഇന്ത്യ വികസിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും അത്യാധുനികമായ മിസൈൽ സംവിധാനമാണ് ET-LD-HCM. ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുകയും 1500 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയും ചെയ്യുന്ന മിസൈലാണ് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ബ്രഹ്മോസ്, അഗ്നി 5, ആകാശ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഈ മിസൈൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അടുത്ത തലമുറ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ക്ലാസിഫൈഡ് പ്രോഗ്രാമായ പ്രൊജക്ട് വിഷ്ണുവിന് കീഴിലാണ് ഈ മിസൈൽ നിർമ്മിച്ചത്. മാക് 8 വേഗതയിൽ 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ഈ മിസൈലിന് തകർക്കാൻ കഴിയുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു പ്രത്യേകത ET-LD-HCM കരയിൽ നിന്നോ കപ്പലിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ്. ഇതിനാൽ ഈ മിസൈൽ ഇന്ത്യയുടെ എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും പ്രവർത്തനത്തിന് ഉപയോഗപ്രദമാകും. ഒപ്പം ഇവയ്ക്ക് 2000 കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയും. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളുടെ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുവാനും തടയുവാനും പ്രയാസമാകും. ET-LD-HCM ആകാശത്ത് വെച്ച് തന്നെ അതിന്റെ ഗതി ക്രമീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത മിസൈലാണ്. ഈ കഴിവ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറും. ഇന്ത്യയുടെ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം ഇത് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് DRDO രൂപകൽപ്പന ചെയ്തത് എന്നതാണ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളും സ്വകാര്യ കരാറുകളും ഇതിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യയുള്ളൂ. ഈ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇനി ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും സ്ഥാനം പിടിക്കുന്നത്.